ആരോ പറഞ്ഞത്. കാഞ്ചനമാലേ, 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 വിളിച്ചു കൂവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കാഞ്ചനമാലേ, മൊയ്തീൻ ഇനി കാഞ്ചനെന്ന് വിളിച്ചാ മതി. അതെന്താ? എന്നോട് വാങ്ങിയ മാല തിരിച്ചു തന്നിട്ട് കാഞ്ചനമാലേന്ന് വിളിച്ചാ മതി. കാഞ്ചനെ, നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ ഇന്ന് പ്രശ്നമാക്കിയത്. എടി കാഞ്ചനെ, നീ മൂക്കത്തെ പെണ്ണ് തന്നെ. മനസ്സിലായില്ല? നിനക്ക് മൂക്കത്തെ ദേഷ്യം, അതുകൊണ്ടാ പറഞ്ഞത്. എന്താ മൊയ്തീനെ നിങ്ങൾ ഇങ്ങനെ മുക്കുന്നേ? ഞാനും മൂക്കത്ത് തന്നെ എല്ലാവരും അറിയട്ടേടി. അല്ല മൊയ്തീനെ, ഇതെന്താ കൈ ചാക്ക്? അതെ, എന്റെ വീട് പണി തുടങ്ങി. അതിന് എന്തായാലും നിന്റെ കാൽപാദത്തിന്റെ അടിയിലുള്ള മണല് വാഴണം. എങ്കിൽ വാഴുന്ന മണലൊക്കെ ചാക്കി കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാ. ചാക്കിലാക്കുന്ന എല്ലാം കൊള്ളാം. മണലും കൊണ്ട് പോകുമ്പോ വല്ല പോലീസും പിടിച്ച എന്റെ പേര് പറയരുത്. ഇടപൊഴിഞ്ഞിക്കടല അറബിക്കുള്ളയാണെങ്കിൽ നിലക്കടല എനിക്കുള്ളതാ. ഇതെന്റെ വാക്കാ, വാക്കാണ് കള്ളസത്യം. എന്തിനാ? സെൽഫി എടുത്ത് വാട്സാപ്പ് ഇടാനാ. രഞ്ജനെ, നിന്നെ വീട്ടിൽ പൂട്ടിയിട്ടല്ലേ, പിന്നെ നീ എങ്ങനെ പുറത്തു വന്നു? അതെ, കോളേജിൽ പോവാന്ന് പറഞ്ഞ് മുതുകാരനെ പോലെ വാനിഷ് ചെയ്യാൻ പഠിച്ചിരുന്നു. നിന്റെ അടുത്ത് വെക്കുമ്പോ വാനിഷ് പഠിക്കാൻ തേന്റെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നുണ്ടീ. അല്ല മറ്റേ ഇന്നിവിടെ നിക്കാ. ഇതാര്, ഡയറക്ടറോ? എന്നെ ഓർത്തല്ലോ. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? സാധാരണ പെണ്ണുങ്ങളല്ലേ ഓർക്കാറുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാണേ. ഈ സ്വർഗത്തിൽ ഡയറക്ടറിന് എന്താ കാര്യം? ഇന്നലെ നമ്മുടെ നാടകം. അയ്യോ, എനിക്ക് പറ്റത്തില്ല. ഇന്ന് എനിക്ക് സ്പോർട്സ് ഉള്ളതാ. നീ ഞങ്ങളുടെ നാടകത്തിൽ വന്നിട്ടല്ലേ സ്പോർട്സ് മാൻ ആയത്? അതെങ്ങനെ? എവിടെ നാടകം കളിച്ചാലും കഴിയും മുമ്പ് ഇറങ്ങി ഓടേണ്ടി വരും. അങ്ങനെ ഓടി ഓടി പ്രാക്ടീസ് ആയി. ഇപ്പൊ ഹൈ ജമ്പ് ഓട്ട മത്സരത്തിലും ജില്ലയിൽ ഞാനാ ഫസ്റ്റ്. അത് പോയതിന് പരിചയമില്ലാത്തോണ്ടാ. പല സമിതിയിലും കളിച്ചാൽ അത് മാറിക്കോളും. കഴിഞ്ഞ വർഷം ഏതായിരുന്നു സമിതി? അതില്ല. ഈ വർഷവും അതും ഇല്ല, ഇതും ഇല്ല. കാഞ്ചനെ, നീ എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? ഇന്ന് നാടകമല്ലേ മൊയ്തീനെ? ഭാഗ്യം ഒടുങ്ങി ഇനി കാണാം. മൊയ്തീനെ, നീ അവിടെ കെട്ടുവോ? നിലപൊഴിഞ്ഞ കടല അറബിക്കുള്ളയാണെങ്കിൽ. അയ്യോ നിർത്ത്, ഞാൻ അറിയാതെ ചോദിച്ചതാ. അല്പസമയത്തിനുള്ളിൽ മുക്കം മൊയ്തീനെ സംഘം അഭിനയിച്ച് തകർക്കുന്ന നാടകം ആരംഭിക്കുന്നതാണ്. ബെല്ല് കൊടുക്കട്ടെ? കൊടുത്തു കൊടുത്തു, ആരും അറിയണ്ട. എനിക്ക് അതിന്റെ ഷെയർ വേണം. അതല്ല, ബെല്ലടിക്കട്ടെ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അടിച്ചു മാറ്റി പെട്ടി വെക്കാൻ. അതല്ല, ഇതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കട്ടെ. അയ്യോ, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കി കളിക്കാൻ. കഷ്ടം, ലോക പരാജയം തന്നെ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേര് ഇന്നു ഞാൻ നാളെ നീ. എന്താകുമോ എന്തോ. നാടക സംവിധാനം മുക്കം മൊയ്തീൻ, രചന നാരായണൻകുട്ടി. രചന നാരായണൻകുട്ടിയോ? അവരിപ്പോ നാടകം എഴുതാൻ തുടങ്ങി. എടാ, രചന നാരായണൻകുട്ടിയാണെന്ന്. പ്രിയരേ, രംഗപടം സുജാതന്റെ വീടിന്റെ അടുത്തുള്ള കൊച്ചി വയ്യൻ. ഗതാഗതം ആംബുലൻസ്. മേക്കപ്പ് പാൻകേക്കും പഞ്ഞിയും. നാടകം ആരംഭിക്കുന്നു. ഇന്നു ഞാൻ നാളെ നീ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക 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 കാവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. മൊയ്തീനെ, ആളുകൾ കൈയടിക്കുന്നുണ്ട്. പണി പാടുവോ? ആ കൈന്റെ തലോണ്ട് വെക്കാതിരുന്നാ മതി. പണി പാളി. ദേ മൊയ്തീന്റെ ബാപ്പ. ബാപ്പ, മൊയ്തീനെ ഇജ്ജ് ബാക്ക് തെറ്റിച്ച്. ഞാൻ എന്ത് ചെയ്തു? ഇജ്ജ് കാഞ്ചനമാലയെ കണ്ടോ? ബാപ്പ കണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റിയില്ല.
മൊയ്തീനെ ആളെ കളിയാക്കരുത്. കാഞ്ചനന്റെ വീട്ടിൽ നാള് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. ആരാ ബാപ്പനെ ഭീഷണിപ്പെടുത്തിയേ? കൊല്ലും ഞാൻ. മൊയ്തീനെ കത്തി താഴെയിടാ, മൊയ്തീനെ കത്തി താഴെയിടാ. കത്തി താഴെയിടാനാ പറഞ്ഞത്. നിന്റെ ബാപ്പയുടെ പറയുന്നത് കത്തി താഴെയിടാ. അയ്യോ പണം മാറി, ഇത് കിരീടമാ. സോറി, ഇല പൊഴിഞ്ഞക്കടല അറബിക്കടയിലെ ആണെങ്കിൽ മൊയ്തീനെ നമ്മള് പോണ്. മൊയ്തീനെ കടലിൽ തോണി പറഞ്ഞു. നിന്നെ എനിക്ക് പോലീസ് വരുന്നുണ്ട്. ഇതാണ് മൊയ്തീൻ, മുക്കത്തെ മൊയ്തീൻ. എന്താ സാറേ ഞാൻ ചെയ്ത കുറ്റം? മണല് കടത്ത്. അയ്യോ ഞാൻ മണല് കടത്തിയിട്ടില്ല. ഞാനാകെ കാഞ്ചനയുടെ പാദത്തിന്റെ ഇടയിലുള്ള ഒരു പിടി മണ്ണാ വരുന്നത്. ഇത് കേരള, ഞങ്ങൾ കേരള പോലീസ്. ഒരു തുമ്പ് കിട്ടിയാ മതി, ബാക്കിയുള്ള എല്ലാ കേസും മണ്ടക്കി വെച്ച് തരും. നിന്റെ കേസിന്റെ തെളിവ് കാഞ്ചനമാലയാ. കാഞ്ചനമാലേ, മണലുമായി സെൽഫി എടുത്ത് വാട്സാപ്പിൽ ഇടുമ്പോൾ ഒന്ന് ആലോചിച്ചാ മതിയായിരുന്നു. ഇപ്പോഴാണ് വാട്സാപ്പിന്റെ പേര് ശരിയായത്. ഇപ്പോഴാണ് ശരിക്കും വാട്സ് ആപ്പിലായത്.